നീ ഗുണം പിടിക്കണമെങ്കിൽ സ്വന്തമായിട്ട് 10 പൈസ സമ്പാദിക്കാനുള്ള വഴി നോക്കാൻ സുമിത്ര മനീഷിനോട്. പ്രതാപവർമ്മ സുമിത്രയുടെ വാടക വീട്ടിലെത്തുന്നു. നന്ദനയ്ക്കെതിരെയുള്ള ഗൂഢാലോചനയ്ക്ക് കൂട്ടുനിൽക്കുന്നതിന് നല്ലൊരു പ്രതിഫലം വാഗ്ദാനം ചെയ്യുന്ന പ്രതാപവർമ്മ വെച്ച 2000 രൂപയുടെ നോട്ടുകെട്ട് കണ്ട് ഞെട്ടുന്ന സുമിത്ര. നന്ദനെ വഴിയിൽ തടയുന്ന പ്രതാപവർമ്മ. ഉദയനും നന്ദനയും തമ്മിലുള്ള വിവാഹ ഉടമ്പടിയെപ്പറ്റി സംസാരിക്കുന്ന പ്രതാപവർമ്മ. താല്പര്യമില്ലാത്ത വിവാഹത്തിന് കൂട്ടുനിന്ന നിങ്ങൾ അതിനുള്ള മറുപടി അർഹിക്കുന്നില്ലെന്ന് നന്ദന. ഇനി തുടർന്ന് കാണുക. ഇന്ന് ഓഫീസ് ഭരണത്തിനൊന്നും പോകുന്നില്ലെന്ന് തോന്നുന്നു. ഭരണം ഉദ്ദേശിച്ചല്ലെങ്കിലും ഉച്ച കഴിഞ്ഞു പോകുന്നുണ്ട്. പഴയതുപോലെ കൃത്യമായി പോകുന്നത് കാണുന്നില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ഇപ്പോഴെങ്കിലും ചോദിച്ചതിൽ സന്തോഷമുണ്ട്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളതിലാണ് കൂടുതൽ സന്തോഷം. ഇതൊക്കെ ഇത്രമാത്രം സന്തോഷിക്കാനുള്ള കാര്യങ്ങളാണോ? അതൊരു പുതിയ അറിവാ. മുമ്പത്തെ പോലെ നാടക പ്രോഗ്രാമിന് പോകുന്ന കാണുന്നില്ല. അല്ല, അതിന്റെ കാരണം എനിക്ക് ചോദിക്കാവോ ആവോ? ദിവസവും രാവിലെ പോയി വൈകുന്നേരം വരെ ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യുന്ന പോലെ ഒന്നല്ല നാടകം. അതിന് വായിക്കണം, പഠിക്കണം, തയ്യാറെടുപ്പുകൾ വേണം. പറഞ്ഞാൽ മനസ്സിലാവണമെങ്കിൽ കുറച്ചെങ്കിലും എസ്തെറ്റിക് സെൻസും വേണം. ശരിയാ, എനിക്ക് ജീവിതത്തിൽ മാത്രമാണ് അഭിനയിക്കേണ്ടി വന്നിട്ടുള്ളത്. പല വേഷങ്ങളിൽ എന്നുകൂടി പറയാം. അതിൽ ചില വേഷങ്ങൾ ഒട്ടും ഇണങ്ങാത്തതാ. ഇണങ്ങാത്ത വേഷങ്ങൾ ഞാൻ സ്വയം എടുത്ത് അണിഞ്ഞതല്ല, അടിച്ചേൽപ്പിച്ചതാ. അതെന്തായാലും ഞാനല്ല. അങ്ങനെ ഒരു ആരോപണം ഉദ്ദേശിക്കുന്നെങ്കിൽ ഏൽക്കാൻ ഞാൻ തയ്യാറുമല്ല. ഒരു ആരോപണത്തിന് ഞാനില്ല. നനച്ചിടാൻ തുണി എന്തെങ്കിലും ഉണ്ടോ? ഇവിടുത്തെ വിഴുപ്പലക്കൽ കഴിഞ്ഞോ? തുടങ്ങി വെച്ചത് ഞാനല്ല. എന്റെ തുണിയൊക്കെ ഞാൻ വാഷ് ചെയ്തോളാം. അമ്മ വിളിക്കാറുണ്ടോ? ഇല്ല. താൻ അങ്ങോട്ടോ? വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. അമ്മ ഇടയ്ക്കൊന്ന് പോയി കാണുന്നത് അഭിമാനത്തിന് കുറവാന്ന് വിചാരിക്കണ്ട. ചെന്നാൽ കാണാൻ അമ്മ കൂട്ടാക്കണമെന്നില്ല. അല്ലെങ്കിൽ പിന്നെ പോകുന്നത് തനിച്ചാവരുത്. പിന്നെങ്ങനെയാ പോണ്ടെന്ന് ഞാൻ പ്രത്യേകം പറയണോ? ബ്രേക്ക്ഫാസ്റ്റിന് എന്നും ഇഡലി മാത്രമേ ആകാവൂന്ന് പുതിയ വല്ല റൂളും ഉണ്ടോ? മടുത്തു. അടുക്കള കിടന്ന് മടച്ചിട്ട് എനിക്ക് മടുത്തു. ദോശയപ്പം ഉണ്ടാക്കണമെങ്കിൽ ഒരാൾ എപ്പോഴും സ്റ്റൗവിനടുത്ത് തന്നെ നിൽക്കണം. ഇഡലിയാവുമ്പോ ഒരു സെറ്റ് വെച്ചിട്ട് മറ്റെന്തെങ്കിലും ജോലി കൂടി നോക്കാം. ഇങ്ങനെയാണെങ്കിൽ ഹോട്ടലിൽ നിന്ന് ആഹാരം വാങ്ങിക്കേണ്ടി വരും. അതാണോ സൊല്യൂഷൻ? പിന്നെ ഒരാൾ മാത്രം അടുക്കളപ്പണി ചെയ്യണമെന്നാണോ? രാവിലത്തെ ആഹാരം മാത്രമല്ലേ കാർത്തികേച്ചി ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ കുക്കറിൽ ഉച്ചക്കത്തേക്കുള്ള ചോറും വെക്കും. ബാക്കി കറികളും അത്താഴവും ഒക്കെ വെക്കുന്ന ഞാനല്ലേ. ഓ, കറികളുടെ ലിസ്റ്റ് ഒന്നും പറയണ്ട. ഒരു കൊണ്ടാട്ടവും പപ്പടം പൊളിച്ചതുമല്ലേ മിക്ക ദിവസവും ഉച്ചവിഭവങ്ങൾ. രാത്രിയിൽ മരം പോലിരിക്കുന്ന കുറെ ചപ്പാത്തി, ടൊമാറ്റോയോ പൊട്ടറ്റോയോ വേവിച്ചതും. ആരും അത് കഴിക്കാതിരിക്കുന്നില്ല. ഞാൻ ഉണ്ടാക്കുന്ന ചപ്പാത്തി മരം പോലെയാണെന്ന് ഇതുവരെ തോന്നിയിട്ടുമില്ല. ആണോ യതിയേട്ടാ? യതിയേട്ടന്റെ അഭിപ്രായം അവിടെ നിൽക്കട്ടെ. ഉദയേട്ടൻ എന്ത് പറയുന്നു ചോദിക്കാം. ഉദയേട്ടൻ എന്താ തോന്നിയിട്ടുള്ളത്? എന്താ? നന്ദന ഉണ്ടാക്കുന്ന ഫുഡിനെ പറ്റി എന്തഭിപ്രായം ഉദയേട്ടന് പറയാനുള്ളത്? മാർക്കിടണമെന്നുള്ള വിചാരത്തോടെ ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ല. ഇനി മുതൽ അങ്ങനെയാവാ. ഒരു നോട്ട്ബുക്ക് ഈ ടേബിൾ വെച്ചാൽ മതി.
ഓരോ നേരം കഴിച്ചിട്ട് ഇനം തിരിച്ച് മാർക്കിടാം. ഒരാഴ്ചയാവുമ്പോൾ കൂട്ടി നോക്കിയിട്ട് ആർക്കാണ് കൂടുതൽ സ്കോറെന്ന് കണ്ടുപിടിക്കാം. വേണമെങ്കിൽ സമ്മാനം ഏർപ്പെടുത്താം. അമ്മ ഇവിടെ ഇല്ലാത്തതിന്റെ പ്രശ്നമെല്ലാം. ഓ, അപ്പൊ അതാണ് മാറ്റർ. നേരത്തെ അതങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ഒരു വളച്ചുകെട്ടിന്റെ ആവശ്യമില്ലായിരുന്നു. എങ്കിൽ നേരിട്ട് ചോദിക്കാം. അമ്മയുടെ കാര്യത്തിൽ എന്താണ് ഉദയേട്ടന്റെ നന്ദനയുടെ തീരുമാനം? നിങ്ങളുടെ ദാമ്പത്യം അനിശ്ചിതത്വത്തിൽ നിൽക്കുന്നതാണല്ലോ അമ്മയെ അലട്ടുന്ന പ്രശ്നം. ഒരു വാശിയുടെ പുറത്ത് അമ്മ ഇവിടുന്ന് ഇറങ്ങിപ്പോയി. പ്രതാപേട്ടന്റെ വീട്ടിലേക്കായത് ഭാഗ്യം. അതേ വാശിയുടെ മറുവശം കാണിച്ച് അമ്മയെ തിരിച്ചു വിളിക്കാൻ കൂട്ടാക്കാതെ നിങ്ങൾ നിൽക്കുന്നു. ഇതിനൊരു അവസാനം വേണ്ടേ? എന്നോടും കാർത്തികയോടും പറഞ്ഞിട്ടല്ല അമ്മ പോയതെന്നുള്ളത് ശരി തന്നെ. പക്ഷെ അമ്മയെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കുറ്റം ആരുടെ ഭാഗത്തായാലും വേണ്ടില്ല. എനിക്കിങ്ങനെ ജോലിക്കാരിയായി തുടരാൻ വയ്യ. അടുക്കളയിലത് കഴിയുമ്പോ പശുവിനെ നോക്കണം, പിന്നെ വീട് വൃത്തിയാക്കണം. അങ്ങനെ ഒടുവിൽ യഥാർത്ഥ പോയിന്റിലേക്ക് എത്തിച്ചേർന്നു. അമ്മ പോയതല്ല വിഷയം, വീട്ടുജോലിക്ക് ആളില്ല. ഭാര്യയുടെ അതേ അഭിപ്രായം തന്നെയാണോ യതീന്ദ്രനും? അപ്പോഴും ഒരു ചോദ്യം അവശേഷിക്കുന്നു. ഈ പ്രശ്നത്തിൽ എന്താണ് ഫൈനൽ ഡിസിഷൻ എന്ന്? തുടക്കത്തിൽ പറഞ്ഞ അതേ നിലപാടിൽ തന്നെയാണ് ഞാനിപ്പോഴും നിൽക്കുന്നത്. മറ്റൊന്നുമല്ല, അമ്മ നേരിട്ട് എന്നോട് ചോദിക്കട്ടെ, അപ്പൊ മറുപടി പറയാം. ഉത്തരവുമായി പ്രതാപേട്ടന്റെ വീട്ടിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അമ്മ ഇങ്ങോട്ട് വരുന്നതിൽ വിരോധവുമില്ല. ഇതാണ് നിങ്ങൾ പറഞ്ഞ കുന്നത്തൂർ കോവിലകം. എത്ര ഏട്ടാ? മിനിമം ചാർജ് തന്നാൽ മതി. ശരി, എന്നാ ശരി. എതിയേട്ടാ, ഗുഡ് മോർണിംഗ്. യെസ്, ആരാ മനസ്സിലായില്ല? എനിക്ക് നന്ദേച്ചി ഒന്ന് കാണണം. നന്ദേച്ചിയുടെ ബ്രദറാ ഞാൻ. ബ്രദറോ? ആ, അനിയൻ. ഇങ്ങനൊരു അനിയനെ പറ്റി നന്ദന ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. നന്ദന പറഞ്ഞില്ലെങ്കിൽ എന്താ ഇപ്പോ? പേരെന്താ? മനീഷ്. ആ, മനീഷ് പറഞ്ഞില്ലേ അനിയനാണെന്ന്? അല്ലെങ്കിലും ആ മുഖച്ഛായ കണ്ട അറിയില്ലേ അനിയനാണെന്ന്? ചോ, ഞാൻ ഇപ്പഴാ ഓർത്തത്. നന്ദന ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് മനീഷിനെ കുറിച്ച്. ആ, ഞങ്ങളുടെ ചേട്ടത്തിയമ്മയെ നന്ദന. പ്രായത്തിൽ താഴെയായതുകൊണ്ട് പേര് വിളിക്കുന്നതേ ഉള്ളൂ. അല്ല, നന്ദേച്ചി ഇല്ലേ? ആ, വിളിക്കാം. ഇവിടെ നിൽക്കാതെ കേറി വാ മോനെ, വാന്നേ. വരൂ. ഇരിക്കും മനീഷേ. നന്ദേച്ചി ഒന്ന് വിളിക്കോ? നന്ദന വരും. അപ്പോഴേക്ക് വിശേഷങ്ങളൊക്കെ പറ. ഇരിക്ക്.
മനീഷ് വർക്ക് ചെയ്യുന്നുണ്ടോ? ആ, ഒരു ബിസിനസ് നടത്തുന്നുണ്ട്. ടെക്സ്റ്റൈൽസാ. അത് ശരി. എവിടെയാ? നാട്ടിൽ തന്നെ. എത്ര സ്റ്റാഫുണ്ട്? എല്ലാം കൂടി ഒരു 7-8 പേരുണ്ടാവും. അപ്പൊ മോശമല്ലെന്ന് പറ. കാറിലല്ലേ മനീഷ് വന്നത്? കാറ് വർക്ക്ഷോപ്പിലാ. നന്ദനെ, ഇത് ആരാ വന്നിരിക്കുന്നേ നോക്കി. മനുഷ്യ എന്താ? വീട്ടിൽ ആർക്കെങ്കിലും അസുഖം പറ്റോ? ആങ്ങളെ കണ്ടപ്പോ പെട്ടെന്ന് ഇതാണോ നന്ദനെ ചോദിക്കുന്നേ? ചേച്ചിയെ കാണാൻ വന്നതാ അനിയൻ. എനിക്ക് ചാലക്കുടി വരെ വരേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോ പിന്നെ ഇവിടെ ഒന്ന് കയറാന്ന് വെച്ചു. അനിയനും ചേച്ചിക്കും ഒരുപാട് സംസാരിക്കാനുണ്ടാവും ഏരിയേട്ടാ. നമുക്ക് മാറിയേക്കാം. ഓക്കെ മനീഷേ. നന്ദേച്ചിക്ക് എന്നോട് ദേഷ്യമായിരിക്കുന്നൊക്കെ അറിയാം. ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോ ആ ഇതാ അനിയനാ. എന്താ പേര്? മനീഷ്. നാട്ടില് സുമിത്രാമ്മയുടെ കൂടെയാ താമസിക്കുന്നത്. വെറുതെ വന്നതാണോ? എല്ലാവരെയും ഒന്ന് കാണാന്ന് കരുതി. ഓക്കെ. ഉടനെ പോയില്ലല്ലോ. എനിക്കെന്ത് പുറത്തു പോകേണ്ട ആവശ്യമുണ്ട്. ശരി, വരാൻ ലേറ്റ് ആവോ? വിളിക്കാം. ഇതാ ആളുടെ പ്രകൃതം. അധികം സംസാരമൊന്നുമില്ല. ചേച്ചിക്ക് ചേർന്ന ആള് തന്നെയാ. വാ, ചായ ഇടാം. അനിലയ്ക്ക് മോനാണോ മോളാണോ? ആൺകുട്ടിയാ. കൊച്ചിനെ കാണാൻ പോലും ചെല്ലണ്ടെന്നാ രാജേഷിന്റെ അച്ഛന്റെ ഓർഡർ. അനില സുഖമായി ജീവിക്കുന്നല്ലോ, അത്രയും സമാധാനം. അമ്മയുടെ ഓരോ പിടിവാശിയാ പ്രശ്നം. നീ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടോ അതോ? എല്ലാം നോക്കുന്നുണ്ട്. ഉഴപ്പായിരുന്നു എന്നാ ഞാൻ കേട്ടത്. ഇടയ്ക്ക് നാട്ടിൽ വന്നപ്പോ സുമിത്രാമ്മ അതന്നെ പറഞ്ഞു. അതൊക്കെ മാറി. ഇപ്പൊ എനിക്ക് ശരിക്കും ഉത്തരവാദിത്വം വന്നു. അന്നെന്തോ സമയദോഷമായിരുന്നു. ചേച്ചിയോട് വരെ ഞാൻ മോശമായിട്ട് പെരുമാറിയില്ലേ? അതോർക്കുമ്പോ ഇപ്പോ എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നുക. ചേച്ചി ക്ഷമിക്കണേ, ഒന്നും മനസ്സിൽ വെക്കരുത്. സുമിത്രാമ്മയ്ക്ക് അറിയാമോ നീ ഇങ്ങോട്ട് വന്ന കാര്യം? ആ, ഞാൻ പറഞ്ഞായിരുന്നു. എന്തിനാ എന്നെ കാണുന്നതെന്ന് ചോദിച്ചില്ലേ? ഇല്ല, അമ്മയൊന്നും പറഞ്ഞില്ല. അതിനർത്ഥം പോയി കാണണമെന്നല്ലേ? ഞാൻ നന്ദേച്ചിയുടെ അടുത്തേക്ക് വന്നത് എന്തിനു വേണ്ടിയാണെന്ന് അമ്മയ്ക്ക് അറിയാതിരിക്കില്ല. തുറന്നു പറയാലോ, വീട്ടിലെ കാര്യം ശകലം ബുദ്ധിമുട്ടില്ല. തുണിക്കടയില്ലേ? ഞാൻ എത്ര ശ്രമിച്ചിട്ടും അതങ്ങോട്ട് പച്ച പിടിക്കുന്നില്ല. ആ കടമുറി വാടകയ്ക്ക് എടുക്കണ്ടായിരുന്നു. നേരത്തെ 4-5 പാർട്ടികൾ ഓരോരോ ബിസിനസ് ചെയ്തതാണ്. ഒന്നും രക്ഷപ്പെട്ടില്ല. രാശിയില്ലാത്ത കടയാ. എന്നാ മറ്റൊരിടത്തേക്ക് മാറണം. ഒരു ചെറിയ റൂം പോലും വാടകയ്ക്ക് കിട്ടാനില്ല ചേച്ചി. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അവർ ചോദിക്കുന്നത് വലിയ ഡെപ്പോസിറ്റും വലിയ വാടകയുമാണ്. വീട്ടുവാടക കുറെ കുടിശ്ശികയായി. അനിലയുടെ കുഞ്ഞിനെ കാണാൻ പോണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹമുണ്ട്. എന്തെങ്കിലും ഒരു സമ്മാനം ഇല്ലാണ്ട് എങ്ങനെ പോവാ? ഒരു എത്തുംപിടിയും കിട്ടാത്ത സിറ്റുവേഷനാ. അല്ല, ഇത്രയും നല്ല നില നിൽക്കുന്ന നന്ദേച്ചിയോട് സഹായം ചോദിച്ചൊന്നും അല്ല ഞാൻ. പറഞ്ഞേ ഉള്ളൂ. അല്ല, ചോദിക്കുന്നതിന് എനിക്ക് മടിയൊന്നുമില്ല. ഞാൻ വേറെ ആരോട് ഹെൽപ്പ് ചോദിക്കാനാ?
നീ ഇത്രയും ബുദ്ധിമുട്ട് പറയുമ്പോ അതറിഞ്ഞു ചെയ്യണം ഞാൻ. അതൊരിക്കലും സഹായമല്ല, എന്റെ കടമയാ. എന്റെ കൂടപ്പറപ്പം വളർത്തമ്മയല്ലേ. വളർത്തമ്മ എന്ന് പറഞ്ഞെങ്കിലും അമ്മയായിട്ടാ ഞാൻ കണ്ടിട്ടുള്ളത്. അമ്മ അത് മറന്നു. ചേച്ചിയെ കുറെ ഉപദ്രവിച്ചു. അതൊക്കെ മറക്കണേ നന്ദേച്ചി. മറക്കാൻ പറ്റില്ലെങ്കിലും അത് കാരണം എനിക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല മനുഷ്യ. പക്ഷേ ഞാനിപ്പോ ഒരു പ്രത്യേക സാഹചര്യത്തിലാ. സ്വന്തമായി പണം എടുത്ത് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ചുറ്റുപാടാ. അല്ല, ഈ സെറ്റപ്പൊക്കെ ഉള്ളോ? ഇവിടെയും ദാരിദ്ര്യമാണോ? അതല്ല, ഇപ്പോഴത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ഞാൻ വേണ്ടത് ചെയ്യുന്നുണ്ട്, പക്ഷേ കുറച്ച് കഴിയണമെന്ന് മാത്രം. ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് സുമിത്രാമ്മയോട് പറഞ്ഞേക്ക്. നീ ഇരിക്കെ, ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ. ഉണ്ടിട്ട് പോയാ മതി. ഊണൊന്നും വേണ്ട, ഞാൻ ഇറങ്ങുവാ. വീട്ടിൽ വന്നിട്ട് ഒന്നും കഴിക്കാതെ പോവാനോ? ഇരിക്കും മനുഷ്യ. വേണ്ട, സന്ധ്യയ്ക്ക് മുമ്പങ്ങ് ചെല്ലണം. അമ്മ തനിച്ചല്ലേ ഉള്ളൂ. പുള്ളിക്കാരൻ വരുമ്പോ പറഞ്ഞേക്ക്. മനുഷ്യ, ഇത് വെച്ചോ. ഇതെന്താ? വണ്ടിക്കൂലിക്കിരിക്കട്ടെ. ഇതൊന്നും വേണ്ട ചേച്ചി. സാരമില്ല, വാങ്ങിക്കോ. വേണ്ടായിരുന്നു. എന്നാ ഞാൻ പോട്ടെ. പാർട്ടിയാണല്ലോ, ഇറങ്ങാൻ നേരത്തൊന്ന് പറഞ്ഞൂടെ? അല്ല, ഞാൻ പെട്ടെന്ന്. വാ കേറ്. കുഴപ്പമില്ല, ഞാൻ പൊയ്ക്കോളാം. കേറ് മനീഷേ. സ്റ്റാൻഡിൽ വിടാം, കേറിക്കോ. അല്ല, എനിക്ക് സ്റ്റാൻഡിലേക്കാ പോകേണ്ടത്. പോകാം, ഒരു 2 മിനിറ്റ് ഇറങ്ങ. വാ. അതെ, നന്ദനയോട് മനീഷ് സംസാരിക്കുന്നത് ഞങ്ങൾ യാദൃശികമായിട്ട് കേട്ടു. ഇതാ മോന്റെ ചേച്ചിയുടെ കുഴപ്പം. എന്തൊക്കെ ചെയ്യണമെന്നുണ്ട്, പക്ഷെ ദുരഭിമാനം.
ഇപ്പൊ തന്നെ 10,000-25,000 തരാനില്ലഞ്ഞിട്ടാണോ? പണം കൈകാര്യം ചെയ്യാൻ നന്ദനയ്ക്ക് ഒരു തടസ്സവും ഇല്ല. ചുമ്മാ പറഞ്ഞതാ. ആ മസിൽ പിടുത്തമില്ലായിരുന്നെങ്കിൽ നന്ദനെ ആരാവുമായിരുന്നു? അത് നന്ദനയുടെ കാര്യം. ചേടത്തി അമ്മയുടെ സ്വന്തം അനിയൻ വീട്ടിൽ വന്നപ്പോ ഞങ്ങൾ അന്യരെ പോലെ പെരുമാറാൻ പാടുണ്ടോ? അതുകൊണ്ട് നന്ദന ചെയ്യേണ്ട കാര്യം ഞാനും എതിയേട്ടനും കൂടി ചേർന്ന് ചെയ്യാന്നങ്ങ് തീരുമാനിച്ചു. മനീഷിന് കുന്നത്തൂർ ടെക്സ്റ്റൈൽസ് എവിടെയാണെന്നറിയോ? ഇങ്ങോട്ട് വന്നപ്പോ ഞാൻ കണ്ടു. എങ്കിൽ അവിടെ വരെ ഒന്ന് ചെല്ലണം. അതെന്തിനാ? കുന്നത്തൂർ ടെക്സ്റ്റൈൽസ് ചെന്ന് ഷോറൂം മാനേജർ മഹേഷിനെ ഒന്ന് കാണണം. മനീഷിനിപ്പോ അത്യാവശ്യമായിട്ട് എത്ര രൂപ വേണ്ടത്? എന്നാലും പൈസ എന്നൊക്കെ പറയുമ്പോ നന്ദന തരുന്നതാണെന്ന് വിചാരിച്ചാ മതി. അതൊക്കെ ഞങ്ങൾ നന്ദനയോട് പറഞ്ഞോളാം. അല്ല, എനിക്കൊരു 25,000 രൂപയെങ്കിലും. 25,000? അല്ല, 10,000 ആയാലും തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം. ഛേ, മനീഷിന് കുന്നത്തൂരിന്ന് ഒരു 50,000 രൂപയെങ്കിലും തന്നില്ലെങ്കിൽ അതിന്റെ കുറച്ചിൽ നന്ദനയ്ക്കാ അല്ലേ എതിയേട്ടാ? ആ അതെ. അപ്പൊ നേരെ കുന്നത്തൂർ ടെക്സ്റ്റൈൽസിൽ ചെല്ലുക, മാനേജർ മഹേഷിനെ കാണുക. നന്ദനയുടെ അനിയനാണെന്ന് മാത്രം പറഞ്ഞാ മതി. അയാള് തുക കയ്യിൽ തരും. ആ എന്നാ ചെല്ല. ദേ ആ കാണുന്നതാണ് മെയിൻ ജംഗ്ഷൻ. എപ്പോഴും ഓട്ടോ കിട്ടും. നമുക്കിപ്പോ കടയിൽ പോകാൻ പറ്റില്ലല്ലോ എതിയേട്ടാ. ഇല്ല, മറ്റൊരു അത്യാവശ്യത്തിന് ഇറങ്ങിയതല്ലേ. ആ എങ്കിൽ ആയിക്കോട്ടെ മനുഷ്യ. എന്നാ ശരി.